ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു കുഞ്ഞനായിട്ടായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ RGTന്റെ 1:24 സ്കെയിൽ വരുന്ന ഡിഫൻഡർ 90 സീരീസ് ഡിഫൻഡറാണ് ഗൈസ് ഇരിക്കുന്നത്. അതായത് ഇതിൻ്റെ വേർഷൻ 2 ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേ കളറും റെഡ് കളറുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് നോക്ക്, ഇതിനകത്ത് ഓരോ സ്പെക്കും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബാറ്ററി, ചാർജർ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം വരുന്നുണ്ട്. കൂടാണ്ട് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ 3 മോഡ് സ്പീഡ് വരുന്നുണ്ട്. ഇതിൻ്റെ റിമോട്ടിലെ ഫങ്ഷൻസും പരിപാടികളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണെന്ന് തോന്നി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം. ഭയങ്കര ക്യൂട്ട് ഡിഫൻഡർ ഗൈസ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡിഫൻഡർ. നോക്ക്, വലിയൊരു ഹോബി ഗ്രേഡ് RC കാറിലൊക്കെ എന്തൊക്കെ വരുന്നു ആ സാധനങ്ങളൊക്കെ മിക്കത് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ ഓയിൽ ഫിൽഡ് ആയിട്ടുള്ള സസ്പെൻഷൻ അല്ല, കാരണം ഓയിൽ സസ്പെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് എന്താ പറയുക, അത്രയും ഒരു ആക്ഷനിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഗുഡ് സസ്പെൻഷൻ. പിന്നെ ചെയ്സ് എല്ലാം മെറ്റൽ വന്നിട്ടുണ്ട്. ബമ്പറിൽ കാണുന്ന ലൈറ്റ്സ് കൊള്ളാം ഗൈസ്, അടിപൊളി. മുകളിലൊരു റോൾ കേജൊക്കെ വന്നിരിക്കുന്നുണ്ടോ, കൊള്ളാം. ടയറൊക്കെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ചെയ്സ് നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് ഗൈസ്. അപ്പോൾ ഇതാണ് ബോഡി. വേറെ എന്താ പറയുക, ടിൻറ്റഡ് ഗ്ലാസ് ആണ്, ഇൻറ്റീരിയറൊന്നും അങ്ങനെയില്ല. നമ്മുടെ ട്രാക്സസ് ഡിഫൻഡർ പോലെ തന്നെ. അപ്പോൾ അതെ, ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ചെയ്സ് ഗൈസ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഫ്രണ്ടിൽ കാണുന്ന സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ. പിന്നെ ഇത് സെർവോ. പിന്നെ ഇത് ഈ കാണുന്നതാണ് മോട്ടർ. RGTൻ്റെ തന്നെ ബ്രാൻഡ് വെക്കുന്ന മോട്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഡിഫ് കേസ്. കൊള്ളാം, നല്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെറ്റലിലോട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കൊള്ളാം ഗൈസ്. പിന്നെ ഈ ബാക്കിൽ കാണുന്ന ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ, ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ESC ആൻഡ് റിസീവർ ഒരൊറ്റ യൂണിറ്റാണ്. ഇതാണ് ഇതിൻ്റെ കൺട്രോളർ വരുന്നത്. സ്പീഡ് കൺട്രോളറും റിസീവറും കൂടി ഒരൊറ്റ ബോക്സ് ആണ് വരുന്നത്. ഇതുണ്ടോ. പിന്നെ ഇത് ഓൺ ഓഫ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി നമുക്ക് ബാക്ക് സൈഡിൽ ബാറ്ററി വെക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം. ഇതിൻ്റെ ഗിയർ സിസ്റ്റം വന്നിരിക്കുന്നുണ്ടോ, അതായത് ഇവിടെ നിന്ന് മോട്ടറിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു ഗിയർ സിസ്റ്റം വന്നിട്ട് പിന്നെ സെൻട്രലിലോട്ട് പോയി. സെൻട്രൽ ഗിയർ ബോക്സിൽ നിന്ന് ഡൈവേർട്ട് ആയിട്ടാണ് ഫ്രണ്ട് ഡിഫിലോട്ടും ബാക്ക് ഡിഫിലോട്ടും പോയിരിക്കുന്നത്. അത് കൊള്ളാം. ചെറിയ വണ്ടിയിലൊക്കെ അത്ര സെറ്റപ്പ്. സാധാരണ വെച്ചാൽ സെൻട്രലിൽ തന്നെ മോട്ടോർ ഒറ്റ ഗിയർ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പോവാറ് ചില വണ്ടികളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതുണ്ടോ, ഒരു കിടിലം മെറ്റൽ ഷാഫ്റ്റൊക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, ഒന്ന് ഓടിച്ചൊക്കെ നോക്കാം എങ്ങനെയുണ്ട്. ഇവൻ്റെ ഒരു 3 ടൈപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ റിമോട്ടിലാണെങ്കിൽ അത്യാവശ്യം സ്പെക്ക് കൊടുത്തിട്ടുണ്ട്. 1:24 FMSൻ്റെ ക്യാമൽ ട്രോഫിയും വരുന്നത്. ക്യാമൽ ട്രോഫീൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിലും താഴ്ന്നുള്ള റേറ്റ്, ഒരു ബെസ്റ്റ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമാണ് ഇത് വരുന്നത്. കാരണം ഈ ചേസിൻ്റെ ഈ ഫ്രെയിമെല്ലാം മെറ്റലാണ് കേട്ടോ, ഇതൊക്കെ മെറ്റലാണ്. യെസ്. അപ്പോൾ ഇവനെ നമുക്ക് കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇവനൊന്ന് ഓൺ ആക്കാം ഗൈസ്. മാച്ചാണ് 3.7 വോൾട്ട് ലിപ്പോ ബാറ്ററി. അതായത് നമ്മുടെ ക്യാമൽ ട്രോഫി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്യാമൽ ട്രോഫി എനിക്ക് തോന്നുന്നു 380 or 350 ആ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബാക്കപ്പ് ഇതിന് കിട്ടും. അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ റിമോട്ട് നമുക്ക് ഓൺ ചെയ്യാം. കാറിൻ്റെ ബട്ടൺ ഓൺ ചെയ്തിരിക്കുന്നു. യെസ്, ഓൾ സെറ്റ് ഗൈസ്. ഓക്കെ, ഭയങ്കര ഒരു സ്ലോ സ്പീഡിലൊക്കെ പോകുന്നുണ്ടോ. ബോഡി വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോഡി പിൻ. നമ്മുടെ ഡിഫൻഡറിലൊക്കെ കാണുന്ന പോലെ ട്രാക്സസിൻ്റെ ഒക്കെ ഐറ്റം ബോഡി പിൻ മസ്റ്റാണ്. പക്ഷെ നമ്മുടെ FMSൽ എന്താ പറയുക, ബോഡി പിന്നല്ല, അതിന് സെപ്പറേറ്റ് വേറൊരു സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ 4 ബോഡി പിന്നും അങ്ങനെ വണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കായിരിക്കും അത് വർക്ക് ചെയ്യുക. ഇതുണ്ടോ. അപ്പോൾ അത് ആക്സിലേറ്റർ ചെയ്യുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ആ ഒരു ലൈറ്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കുമാണ് ആ ലൈറ്റ്സ് ഇങ്ങനെ വർക്ക് ചെയ്യുക.
കൊള്ളാം ഗൈസ്. നമുക്ക് ബാക്കിൽ റിവേഴ്സ് ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ലൈറ്റ്. കൊള്ളാം ഗൈസ്, കൊള്ളാം. ഇനി നമുക്ക് കുറച്ച് ടയറൊക്കെ കയറ്റി വെച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ 1/10 ടയർ കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. 1/10 ടയർ തന്നെ ഒരു ഇന്ന സൈസ് ഉണ്ട്. ആ ബമ്പർ ഫ്രണ്ടിൽ മുട്ടുന്ന കാരണം കയറി ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. നോക്ക്, അതിങ്ങനെ വളച്ചെടുക്കാം ഗൈസ്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇമോ X4 വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവൻ്റെ സൈസ് വരുന്നത്. ഇതാണ് ഐറ്റം. സോ ഇമോ X4. പിന്നെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ X4ൻ്റെ കളറ് മാറിയതല്ല. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു X4 നമുക്ക് വന്ന്, അപ്പോൾ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചട്പറ്റോയ് TV എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അപ്പോൾ ആള് നമുക്ക് ഒരു പുതിയ X4 ഓർഡർ ചെയ്തിട്ട് ഈ കളറാണ് വന്നത്. അപ്പോൾ ആൾക്ക് എൻ്റെ കളറാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെന്ന് വെച്ചാൽ ബോഡി സ്വാപ്പിങ് ചെയ്തു. ബോഡി സ്വാപ്പ് ചെയ്ത് ആ പുതിയ ബോഡി നമ്മുടെ X4ലോട്ടും കയറ്റി എൻ്റെ ആ ഗ്രേ ബോഡി ആൾക്ക് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബോഡിയാണ് ഗൈസ് ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്നത്. നമ്മളങ്ങനെ ഈ കളർ അങ്ങ് ചൂസ് ചെയ്തു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഗ്രേനേക്കാളും കുറച്ചും കൂടി ഒരു എടുപ്പുണ്ട്. യെസ് ഗൈസ്. അപ്പോൾ സൈസ് വൈസ് നോക്കണ്ടല്ലോ. ഇത് പിന്നെ 1/8 ആണ്. 1/8 വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡിഫൻഡർ, കുഞ്ഞൻ ഡിഫൻഡർ. ടയറിൻ്റെ ആ ഒരു ടയറിൻ്റെ ഹൈറ്റിനേക്കാളും കുറച്ചും കൂടി ചെറുത്. ഭയങ്കര ക്യൂട്ടാട്ടോ, ഇഷ്ടപ്പെട്ട്, കൊള്ളാം ഗൈസ്. നമ്മൾ പിന്നെ ഇത് എത്ര ആംഗിൾ വരെ മാക്സിമം നല്ല രീതിയിൽ കയറും എന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നോർമലായിട്ട് നമ്മൾ ഈ ഒരു ആംഗിൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പോർഷേൻ്റെ പുതിയ ടയേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ പരീക്ഷണം ഗൈസ്. അപ്പോൾ പോർഷയുടെ ഒരു കിഡിലും വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം യൂട്യൂബിൽ ഇട്ടപ്പോഴത്തേക്കും കോപ്പിറൈറ്റ് അടിച്ച്. എല്ലാവരും പോയി നോക്കുക. പോർഷൻ്റെ റണ്ണിങ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് സിമ്പിളായിരിക്കും, കാണുമ്പോൾ തന്നെ അറിയാലോ. ഇത് സിമ്പിളാണ്, കണ്ടല്ലോ. പക്ഷെ ഇതും സിമ്പിളാണ് ഗൈസ്. ആക്ച്വലി ഇത് സിമ്പിളാണ്, കണ്ടല്ലോ. സിമ്പിൾ. ഇറങ്ങട്ടെ, തിരിച്ചിറങ്ങിക്കോളൂ. ഓക്കെ, ഇനി നമ്മൾ ഓക്കെ ഗൈസ്, ഇതിങ്ങനെ കയറുമെന്ന് നമുക്ക് നോക്കാം. കയറുമോ, സ്ലിപ്പാവുമോ? ഓ, സിമ്പിൾ. ഇതും സിമ്പിളാണ് ഗൈസ്. ഇത് നോക്ക്, ഈ ഒരു ഇത്രയും വരെയുള്ളൊരു ഇതൊക്കെ സിമ്പിളാണ്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇനി കുറച്ചും കൂടി ഹെവി, കുറച്ചും കൂടി ആംഗിൾ കയറ്റി വെക്കാം. എഗെയിൻ നമ്മൾ കുറച്ചും കൂടി അങ്ങ് ഹൈറ്റ് ഇവിടെ ഉയർത്തി ആംഗിൾ ചേഞ്ചായി. ഇത് നോക്കിക്കോ, ഇത് കയറോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഗൈസ്. മൂഡ് ഡ്രാഗ് ബ്രേക്കിൽ സാധനം അവിടെ തന്നെ നിൽക്കുകയാണ്. ബാക്കോട്ടും വരുന്നില്ല, മറിയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ഇത്ര ഒരു ആംഗിളിൽ നിർത്തിയിട്ട്. നമുക്കിനി ആംഗിൾ പതിയായിട്ട് കുറച്ചും കൂടി ഇത് ഏതുവരെ മാക്സിമം പോകും എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. കണ്ടോ, ഇത്രയായിട്ടും മറിയുന്നില്ല, അത്രയായിട്ടാണ് സാധനം മറിഞ്ഞത് ഗൈസ്. കൊള്ളാം, വിചാരിച്ചേക്കാൾ അടിപൊളി. ഇവൻ്റെ മാക്സിമം സ്പീഡ് നമുക്ക് നോക്കാം. എന്താണ് ഇവൻ്റെ മാക്സിമം സ്പീഡ് എന്നുള്ളൊരു കേസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ബാക്ക് എടുത്തിട്ട് ഇതിപ്പോൾ തേർഡിലാണ്, അതായത് തേർഡിലാണ് കിടക്കുന്നത്, ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അതെ തേർഡിലാണ് ഐറ്റം കിടക്കുന്നത്. മാക്സിമം സ്പീഡ് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മാക്സിമം ടോപ്പ് സ്പീഡ്. ഇനി നമുക്കിതിൻ്റെ ബട്ടൺ 3ൽ നിന്ന് 2ലേക്ക് ഇടാം. ഓക്കെ ഗൈസ്, 2ലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം നോക്കാം. സ്ലോ ആയി, കുറച്ചും കൂടെ ആണ്. ഇതാണ് മാക്സിമം. സ്ലോ ആയി. ഇനി നമുക്ക് സ്പീഡ് 1ലോട്ടിട്ട്. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്.
കാരണം ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്പീഡ് യൂസ് ചെയ്യാം. അങ്ങനെ 3 ടൈപ്പ് സ്പീഡുണ്ട്. കൊള്ളാം, അടിപൊളി. അപ്പോൾ അത്ര സ്പീഡ് കൺട്രോളിങ്ങും പരിപാടിയെല്ലാം ഇതിനകത്ത് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താ പറയുക, പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷനും ഇത് പറഞ്ഞ പോലെ ത്രോട്ടിലെല്ലാം നമുക്ക് റിവേഴ്സ് ഇടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ TH ട്രിമ്മ്, സ്റ്റീറിംഗ് ട്രിമ്മ്, അങ്ങനെ സെറ്റപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേണിംഗ് റേഷ്യോ എന്തോരം ഇടണം ഇതുണ്ടല്ലോ, 0 to 6 വരെ. അതായത് ഇതേ ഇപ്പോൾ ഫുള്ളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചേ തിരിയുള്ളൂ, നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പെക്കുള്ള നല്ലൊരു കിടിലം റിമോട്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സോ ഇത് നമ്മുടെ RC മോട്ടോ വർക്ക്സിൽ അവൈലബിൾ ആണ് ഗൈസ്. ആകെ 2 കളറേ ഉള്ളൂ. നേരത്തെ ഞാൻ എടുത്ത് കാണിച്ചല്ലോ, നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ഗ്രേ കളറും പിന്നെ ഈ റെഡ് കളറും. അപ്പോൾ ഈ 2 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് നിങ്ങൾ നേരെ RC മോട്ടോ വർക്ക്സിൻ്റെ വെബ്സൈറ്റിൽ പോവുക, ചെക്ക് ചെയ്യുക. ഓക്കെ, അവിടെ കോസ്റ്റും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ബാക്കി ഡയറക്റ്റ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ബാക്കി കാര്യങ്ങൾ വേറെ RC കാർസ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ യൂസ്ഡ് ആണെന്നുണ്ടെങ്കിലും അവിടെ തന്നെ ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്.